കസ്റ്റമർ കെയർ സർവീസിനായി അടുത്ത കൗണ്ടറിലേക്ക് ചെല്ലുക. കുട്ടാന്ന് വിളിക്കും. ആര് വിളിക്കും? എല്ലാവരും വിളിക്കും. നിങ്ങളും? ഞാൻ അച്ഛാ വിളിക്കും. ഞാൻ ശീതളൻ. ശീതളനാ? അപ്പൊ ഞാൻ ചെയ്യണില്ലേ? ശീതളനാണല്ലേ? പറ്റൂലേട്ടാ. മനസ്സിലായി. ഇത് ഇവിടെ കൊണ്ടുപോയി വെക്കും. അമ്മച്ചി ഇതെന്തേ കാണിക്കണേ? ഇതെന്താ കയ്യില്? കയ്യിൽ പണം. ഇതെവിടുന്ന് ഇത്രയും പൈസ? എടി ഇത് അലമാരയിലുണ്ടായിരുന്ന പൈസയാണ്. ഈശ്വരാ, ഇത്രയും പൈസ ഉണ്ടായിട്ടാണ് ആ അനിയത്തി വന്ന് ചോദിച്ചപ്പോ കുറച്ച് പൈസ നിങ്ങക്ക് കൊടുക്കായിരുന്നില്ലേ? ആ കൊച്ചിന്റെ കല്യാണത്തിനായിരുന്നില്ലേ? ഞാൻ മോന്ത കുറ്റിക്ക് ഒന്ന് തരും ഞാൻ. എടി അനിയത്തിമാര് ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോ അവർക്ക് പൈസ എടുത്ത് കൊടുക്കാനൊക്കെ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കണത്? നമ്മൾ പണക്കാരല്ലാന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാടക വീട് എടുത്ത് ഇവിടെ താമസിക്കുന്നത്. അത് നിനക്കറിയില്ലേ? ഈ മനുഷ്യന്റെ ഒരു കാര്യം. അയ്യപ്പടക്കടി നീ അണിഞ്ഞൊരുങ്ങിയിട്ട് നന്നായിട്ടില്ലേ? നീ ആ സ്വർണ്ണൊക്കെ ഊരിക്കങ്ങോട്ട്. അവര് വരുന്നതിന് മുമ്പ് വരുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ എന്താ? ആ ദാ വന്നു. ആര് വന്നു? പോയി നോക്കടി, അപ്പൊ കാണാം. നിങ്ങൾ വല്ല പൊട്ടനും കടിച്ചോ? കുറെ നേരമായാലും തുടങ്ങിയിട്ട് പ്രാന്തങ്ങളായിട്ട് ഇറങ്ങിക്കോളും. ഗുഡ് മോർണിംഗ്. കുറച്ചൊന്ന് ക്ഷമിച്ചേ കേട്ടോ. വീടാക്രമിക്കാൻ വരുന്നു. പോലീസ് പോലീസ്. നമ്പറൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇനി ഞങ്ങളുടെ ഇൻഫർമേഷൻ ഇല്ലാതെ ഒരു കോൾ പോലും പുറത്തേക്ക് വിളിക്കരുത്. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ആരാണെന്ന് മനസ്സിലായില്ലേ? We are from the department. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഒന്ന് ഊഹിച്ചു നോക്കടോ. വേണമെങ്കിൽ നമ്മളൊരു കുളു തരാം. തട്ടത്തിലുണ്ട്, മൊഞ്ചത്തിലില്ല. നെച്ചോറിലുണ്ട്, ബിരിയാണിയിലില്ല. പിടി കിട്ടിയോ? തക്കാളി ഐതിനിങ്ങ. എടോ, ഇൻകം ടാക്സ് ഓഫീസിലാണ് നമ്മള്. ഇൻകം ടാക്സോ? ഇൻകം ടാക്സ്. എന്നാ ശരി, കാർഡ് എവിടെ? കാർഡ് കണ്ടാലേ ഞാൻ വിശ്വസിക്കും. നിങ്ങളുടെ കാർഡ് എവിടെ? കാർഡ് അത് ഞാൻ അവരെയും കുഴന്തേനെയും വിടുന്ന നേരത്തില് എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ അത്? അത് ശരി, കാർഡ് എടുത്തിട്ടില്ലല്ലേ? കാർഡ് ചോദിക്കാൻ ഇത് എന്തെത്താണ്ടോ? റേഷൻ ഷാപ്പോ? എന്തിനാ ഇൻകം ടാക്സുകാരെ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഞങ്ങളൊരു പാവങ്ങളാണ്. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസം. ഞങ്ങൾ അതിന് കാർഡ് കാണിച്ചില്ലല്ലോ. പെട്ടെന്ന് നിങ്ങൾക്ക് ദിടീന്ന് എങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഇൻകം ടാക്സ് എന്നാണ്? ഒരാളുടെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ തോന്നിയത് കാണിക്കാൻ രണ്ട് ഡിപ്പാർട്ട്മെന്റിനെ പറ്റൂ. അതേതാ രണ്ടെണ്ണം? ഒന്ന് നിങ്ങൾ, ഒന്ന് പോലീസുകാരും. അപ്പോൾ ഞങ്ങൾ പോലീസ് ആയിക്കൂടെ? എന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ പോലീസ് അല്ല. ഞങ്ങൾ ഇൻകം ടാക്സിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ? അത് മുഖത്ത് ഈ ബേജാറും പരവശമൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് പൊടി കിട്ടി. സാധാരണ വീട്ടില് ബിരുദാരി വന്നു കഴിഞ്ഞാല് നമ്മുടെ സുലൈമാനി എടുക്കാൻ നിങ്ങൾ കയറി കുത്തിരിക്കുന്നൊക്കെയാണല്ലോ പറയല്ലേ. ഇവിടെ എന്താ പറഞ്ഞേ? നിങ്ങൾ ആരാ? നിങ്ങൾ എവിടുന്നൊക്കെയല്ലേ? അവിടെ തന്നെ ഞങ്ങൾക്ക് പൊടി കിട്ടിയിരിക്കുന്നത്. ബാത്റൂം എങ്ക? എന്തിനാ? എങ്ക ബാത്റൂം ഇല്ലേ? ഇങ്ക ബാത്റൂം ഇല്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങൾ 1-2 രൂപ എവിടെ പോകും? ഞങ്ങൾ കാടന്മാരാണ്. പ്രാകൃത രീതിയാ. ഞങ്ങൾ മുറ്റത്തോ തൊടിയിലോ അടുത്ത ആളുടെ വീട്ടുവളപ്പിലോ അങ്ങനെ സൗകര്യം പോലെ. നമ്മൾ ഈ കാൾ ഓഫ് നേച്ചർ എന്ന് കേട്ടിട്ടില്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആവശ്യം വരുമ്പോ പറമ്പ് അന്വേഷിക്കുക. അതെ. ബാത്റൂം എങ്ക? എതുക്ക്? നില്ല് മനസ്സിലാമ. ഉനക്ക് ബാത്റൂമിൽ ഏതാவது இருக்குன்னு ഇൻഫർമേഷൻ ലഭിച്ചിരിക്കാ? അയ്യോ അതല്ല സർ, എനിക്ക് ബാത്റൂം പോങ്ങ. ബാത്റൂം ആകെ വൃത്തികേടായി കിടക്കുക. കണ്ട ബോധങ്ങളും. ഫ്രഷ് വർക്ക് ചെയ്തിട്ടും 2 വർഷമായി. അവിടെ ഞങ്ങൾ പറയുന്നവർ അനങ്ങി പോരുത്. നിങ്ങൾ ഈ റെയ്ഡ് കഴിയുന്നവരെ പുറത്തേക്ക് പോകാൻ പാടില്ല, പുറത്തുനിന്ന് അകത്തേക്കും വരാൻ പാടില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഫോണൊന്നും എടുക്കാൻ പാടില്ല, അങ്ങോട്ട് ഫോണും ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ വർഷം എത്ര ടാക്സ് അടച്ചു?
അതിനെനിക്ക് ഇൻകം ഇല്ലല്ലോ. ഓ ഈ വർഷം എത്രയും കൊണ്ട് എത്ര ഉണ്ടെങ്കിലാണ് ടാക്സ് അടക്കേണ്ടത്? അക്കണക്ക് നമ്മൾ പറയൂല. എന്നാ ഇൻകം നമ്മൾ പറയൂല. സാർ ഞാൻ റെയ്ഡ് തുടങ്ങട്ടെ സാർ? സ്വയംവരൻ താൻ ബെഡ്റൂം നോക്കൂ. അയ്യോ അത് പണ്ടായിരുന്നു സാർ, ഞാൻ കിച്ചൺ നോക്കാം. താൻ ഇനിയും കിച്ചൺ വിട്ടില്ലേ? ഇല്ല. ചെല്ലു നോക്കൂ. അടുക്കളയിൽ ഒന്നുമില്ല സാറേ. അടുക്കളയിലൊന്നും ഇല്ലല്ലേ? മൊയ്തോ ടോയ്ലറ്റ് സെർച്ച് ചെയ്യൂ. അങ്ങോട്ട് മത്സരം പോയതല്ലേ സാറേ? ബൾസിൽ ഇറങ്ങിയിട്ട് പോയി നോക്കിക്കൂടെ? ഇല്ലെങ്കിൽ വേറെ ടോയ്ലറ്റ് ഉണ്ടാവും, ചെക്ക് ചെയ്യൂ. സാർ സാർ അപ്പൊ ഞാനോ? അയ്യോ അവിടെ ഇരുന്ന് വെറുതെ പോന്നു കഴിഞ്ഞാൽ വെള്ളം അടിച്ച് പാമ്പാണ്ടാന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ. തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഇവിടെ താൻ മൊത്തത്തിലൊന്ന് നോക്കിയോ. ഇവിടുത്തെ സ്റ്റോർ റൂം, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ബൾബ്, ട്യൂബ് കിട്ടുന്നതൊക്കെ. അപ്പൊ സാർ ഒരു സംശയം, നമ്മൾ ഇവിടെ ഇലക്ട്രിക് പണിക്കാണ് വന്നത്. ഒന്ന് പോയി നോക്കടോ. ഓക്കെ സാർ. വരൂ നമുക്ക് സെർച്ച് ചെയ്യാം. എന്താ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരൂ. ഓ ബാത്റൂം ഒക്കെ വെരി ക്ലീൻ. അന്താള് പോയി പറഞ്ഞതാ. വത്സല ബെഡ്റൂം റെഡി, കമാൺ. എന്നാ? ബെഡ്റൂം ഒക്കെ ഒന്ന് റെഡി ചെയ്യൂ. ഓക്കേ. മൊത്തം തെറ്റി പോകാണല്ലോ. അടുക്കള, ദോശയും ചമ്മന്തി, ഇതിന് ദോശ. കുറച്ച് ഇഡ്ഡലി കുറച്ച് വെച്ചാൽ എന്തുവാ, സ്ക്വാഷ്. ഇവിടെ വെപ്പും കൂടി ഒന്നും ഇല്ലേ? കണ്ടെത്തി സാർ, കണ്ടെത്തി സാർ, വിലപ്പെട്ടത് കണ്ടെത്തി. ഇത് എപ്പിടി ഇருக்கு? നന്നായിട്ടുണ്ട്. പക്ഷെ മേഡത്തിന്റെ കളറിന് ഒരു ഓറഞ്ച് കളറൊക്കെ ആവും നന്നാവുക. இந்த കളറാ? ആ അല്ലെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ചേരും. നോക്കിയേ. ഹായ് മഞ്ജേ, ഇതൊക്കെ എவ்வளோ റേറ്റ്? ഇതാവുമ്പോ 8500 രൂപയുടെയാ. ഇതാവുമ്പോ 9500 രൂപയാ. ഓ നിങ്ങ കൊഞ്ചം அந்த ഫയൽ എടുക്കുവോ? എഴുതുങ്കോ. 8500, 9500. ഇതിന് അതൊക്കെ 10000 റേഞ്ചാ. ഓ 10000 സാരി இருக்கா? അഡടാ നെക്ലസാ? എതുക്ക് സിരിക്കണ? അതെ, പുള്ളിക്കാരൻ എനിക്ക് ഫസ്റ്റ് നൈറ്റില് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. അതിലെന്താ ഇത്ര സിരിക്കാൻ? അഴഹാ ചെരുപ്പ്. എല്ലാരും പറയും പുള്ളിക്കാരൻ ഇതിന് നക്സലേറ്റ് എന്നാ വിളിക്കുന്നത്. അയ്യോ അത് നിങ്ങളെ കണ്ടിട്ടായിരിക്കും. മണ്ടോദരി എന്താടി ഇത്? അതെ ചേട്ടാ, മേഡത്തിന് എന്റെ സാരിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മേടിക്കാൻ വേണ്ടി എന്നോട് വിലയൊക്കെ ചോദിച്ചെഴുതുവാ. ഈ സാരിക്ക് എന്താ വില? അത് 500 റുപ്യ. അയ്യോ അത് 8000 രൂപയുടെ സാരിയാ. മിണ്ടാതിരിക്കടി, ഞാനല്ലേ വാങ്ങിയത്. ഒന്ന് പോ ചേട്ടാ, നമ്മള് സ്വിറ്റ്സർലാൻഡ് ടൂർ പോയപ്പോ അന്ന് മേടിച്ചതാണേത്. ഫോറിൻ ടൂറാ? അല്ലല്ല, അത് കോളേജിൽ ടൂർ പോയതാ സ്വിറ്റ്സർലാൻഡിലേക്ക്. സ്വിറ്റ്സർലാൻഡ് ഫാന്റസി പാർക്ക്. ഇത് ഞാൻ 500 റുപ്യക്ക് ഇവിടുന്ന് വാങ്ങിയതാ. 10 രൂപ കുറച്ച് തന്നല്ലേ? ഒന്ന് പോ ചേട്ടാ അവിടുന്ന്. ആ അഞ്ജലിയുടെ വീട്ടിൽ റെഡിന് വന്നപ്പോ അവള് 15000 പറഞ്ഞല്ലോ. ഞാൻ 8 പറഞ്ഞോളൂ. ഇവര് പോട്ടടി ഇതിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പോത്തെ. വത്സല ഇയാള് വല്ല പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ? അത് വന്ന് സാർ ഇതെല്ലാം 10,000 റേഞ്ച് സാരി 200 എണ്ണമുണ്ട്. പിന്നെതാ 25 പവന്റെ നെക്ലസ്, പിന്നെ ലക്ഷക്കണക്കിന് സ്റ്റോൺ. സാരിന്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് 4 കെട്ട് നോട്ട്. ഇല്ല സാർ, ഇവര് സ്വന്നത് തപ്പ്. ഞങ്ങള് തപ്പാ. ഇതെല്ലാം 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണം, റോൾഡ് ഗോൾഡ്. വേൾഡ് ബെസ്റ്റ്. അപ്പൊ ഈ നോട്ട് കേട്ടോ? നോട്ട് അത് ബാങ്കുകാര് 4 കെട്ടിയതാണ് സാർ. താൻ അറിഞ്ഞിട്ടില്ല. ഇത് സാരിയുടെ ഇടയിൽ എങ്ങനെ വന്നു ഞാൻ ചോദിച്ചത്. ഇത് സാരിയുടെ ഇടയിൽ എങ്ങനെ വന്നു? ഇതെങ്ങനെ? എടേ നിനക്ക് ഞാൻ ലോൺ അടക്കാൻ വേണ്ടി തന്നതല്ലേ, അതെങ്ങനെ നീ സാരിയുടെ ഇടയിൽ കൊണ്ടുവച്ചു? ഏത് ലോൺ? ആ നമ്മുടെ മുറ്റത്തെ പഴയ ലോൺ മാറ്റി പുതിയ ലോൺ വയ്ക്കണ കാര്യല്ലേ, അതെന്നോട് പറഞ്ഞായിരുന്നു. മിസ്റ്റർ സത്യശീലൻ, നിങ്ങളുടെ കിച്ചണിലേക്ക് ഒരു ജീവി കയറി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വേഗം അങ്ങോട്ട് ചെന്നോളൂ. ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്. അയ്യോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത് റെയ്ഡ് കണ്ട മനസ്സിലാവില്ലേ? അടുക്കളയിൽ എന്താ റെയ്ഡ്? പണ്ടേ ലഡുവിനകത്ത് ഡയമണ്ട് ഒളിപ്പിച്ച് വെച്ച് റെഡ്ഡിയുടെ വീട്ടിൽ ഞങ്ങൾ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുള്ള അറിയോ? അയ്യോ, ഇത് ഞാൻ എടുത്തു വെച്ച ലഡു അല്ലേ, ഇതിനെവിടെ ഡയമണ്ട്? പറയാൻ പറ്റില്ല, ഏതെങ്കിലും ലഡുവിനകത്ത് ഡയമണ്ട് കാണും. അപ്പൊ ഇത് മുഴുവൻ തിന്നുവോ? പിന്നെ ഡ്യൂട്ടി. തിന്നു. ശല്യപ്പെടുത്തില്ല ഡ്യൂട്ടിക്കിടയിലെ. മുട്ടും പാടാ.
ലഡു അച്ചാറ് നല്ല കോമ്പിനേഷൻ. ഹലോ ആരാ? ഹലോ, ഞാനാണ്. നിങ്ങൾ എന്താണ് ടോയ്ലറ്റിനകത്ത് ചെയ്യുന്നത്? എന്തേടോ? എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങ്. അപ്പൊ ഇജ്ജല്ലേ പറഞ്ഞു ഈ കാടനാണ് പ്രാകൃതനാണ് മുറ്റത്തും പറമ്പിലൊക്കെ പാടിയും പോക്കില്ലേ? അവിടെയൊക്കെ പോവാൻ നിങ്ങളുടെ സാറുണ്ടല്ലോ, മറ്റേ എന്നെ കൊണ്ട് പറയിക്കണ്ട, അയാൾ സമ്മതിക്കുന്നില്ല. എടോ, ഈ വീട്ടിൽ വേറെ ടോയ്ലറ്റ് ഇല്ലേ? അനക്ക് അവിടെ പോയിക്കൂടെ? എനിക്ക് ഈ ഫ്ലഷിന്റെ ഉള്ളിൽ ഇനിയും പലതും കണ്ടുപിടിക്കാറുണ്ട്. എന്ത് കണ്ടുപിടിക്കാൻ? ഇജ്ജ് ഒളിപ്പിച്ച് വെച്ച്. ആ ഉണ്ടായിരുന്നു. മഹാഭാവി, നീ മറക്കാതെ വച്ചേക്കുന്നു. ഇരിക്കെ. പറഞ്ഞതുപോലെ ഞാൻ എന്തിനാ വന്നത്? അയ്യോ, നിങ്ങൾ കള്ളുടിച്ചിട്ടുണ്ടോ? ഇല്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. പട്ടാപ്പകലൊരു ജോലിക്ക് വരുമ്പോഴേലും കുടിക്കാതെ വന്നൂടെ? ഓടെ. മിക്സ് ചെയ്ത് വെച്ച സാധനം ഇതിലെടുത്ത് അടിക്കാത്തത് ഭാഗ്യം. അതല്ലടാ ഞാൻ എടുത്ത് അടിച്ചത് വൃത്തികേട്ടവനെ. ഹായ് കേക്ക്. അയ്യോ, അയ്യോ, അതും എടുത്ത് വിഴുകയാണോ? തീർന്നില്ലേ? വേണോ? വേണ്ട 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 വേണ്ട. കഴിച്ചോ? വേണ്ട വേണ്ട. എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിനകത്ത് നിങ്ങൾ രത്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് തൊണ്ടയിൽ കുടുങ്ങി നിങ്ങൾ മരിക്കും എന്നോർത്തല്ലേ നിങ്ങൾ ഇത് കഴിക്കാത്തത്? മിസ്റ്റർ സത്യശീലൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങളോട് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ്? ഈ വീട്ടിൽ കോഴിമുട്ടയുണ്ടോ? എന്തിനാ? കോഴിമുട്ട ഓംലെറ്റ് അടിച്ച് റെഡി ചെയ്യാൻ ഭയങ്കര രസമാണ്. നിങ്ങൾ എന്താണ് ഇവിടെ റെഡി ചെയ്യുന്നത്? ഇതൊക്കെ തന്നെ കണ്ടറിഞ്ഞൂടെ? ഓംലെറ്റ് അവിടെ എന്താ? അവിടെ ഒന്നുമില്ല. പഞ്ചസാരപ്പാട്ട, മുളക് പൊടി, അതെന്താ നടക്കിയിരിക്കുന്നത്? അതിലൊന്നുമില്ല. അതെന്താ? അതൊന്നുമില്ല. അത് മാട്ട മാട്ട മാട്ടല്ല, ആട്ട. ആട്ട. ആ. നിങ്ങൾ ഈ ആട്ടപാത്രത്തിനകത്ത് പൈസ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല സാർ, ഇല്ല. അതിനകത്ത് എന്ത് ഒളിപ്പിച്ച് വെക്കാൻ? അത് വേണമെങ്കിൽ മൈദ ഒളിപ്പിച്ച് വെക്കാം. അതും കമ്പനിക്കാർ ചെയ്യുന്നതാണല്ലോ. ഞാൻ അതിൽ ഗോതമ്പ് പൊടി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇല്ല മിസ്റ്റർ സത്യശീലൻ, എനിക്കത് പരിശോധിക്കണം. ഇല്ല സാർ, അതിലൊന്നുമില്ല. ഇതെന്താണെന്ന് എനിക്ക് പരിശോധിക്കണം. ഒന്നുമില്ല സാർ, ഒന്നുമില്ല. എന്താണോ ഇത്? ഞാൻ എന്റെ പൈസ പോകുന്നത് പേടിച്ചിട്ടാണ് സാർ. ഈ ഗോതമ്പ് പൊടിക്കകത്ത് എന്തോ പൈസ? ഗോതമ്പ് പൊടിക്കകത്ത് പൈസ ഒളിപ്പിച്ചു വെക്കുന്നു. ഇവനൊക്കെ എവിടെയാണ് പണം വെച്ചേക്കണേന്ന് പറയാൻ പറ്റത്തില്ല. ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു ഒരു തലയണ കുത്തി കീറണമെന്ന്. എന്റെ ദൈവമേ, വിചാരിച്ച പോലെ തന്നെ വന്നത് കണ്ടോ? കിട്ടി. താനിപ്പോ ഗോതമ്പ് മാവ് നിന്ന് തുടങ്ങിയോ? അതല്ലേ സാറേ, ഗോതമ്പ് പാട്ടയ്ക്കുള്ളിൽ നിന്ന് ഇയാൾ കാശ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അത് ഞാൻ കണ്ടെത്തി. ഏടോ, എനിക്ക് പിന്നോക്ക കിട്ടി. കൊല്ലണോ ഇയാളെ? താൻ ഇനി എവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്? സാർ 307
സാരി 10,000 രൂപയുടെ ശരി. 210 പവൻ ഗോൾഡ് പിന്നെ സ്റ്റോൺസ് ഇതെല്ലാം ലിസ്റ്റ് ആക്കി. വെരി ഗുഡ്. ശ്ശോ, കഴിഞ്ഞ തവണ കള്ളന്മാര് കയറിയിട്ട് പോലും ഇത്രയും നഷ്ടം ഉണ്ടായിട്ടില്ല. സാർ ഇവൻ കളനാണ് സാർ. സാറേ അതോ ഇതെന്താ നോക്കൂ ഏ, പൈസ പൈസ കിട്ടിയതാ. സാറേ ടോയ്ലറ്റിൽ ഫ്ലഷിന്റെ അകത്ത് വെള്ളമല്ല നിറയെ കായ്. ശ്ശോ, അതും പോയി. സാർ ഇവർ രണ്ടുപേരും കൂടെയാണ് സാർ ഇതെല്ലാം ചെയ്തത്. നീ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടി സാർ കിട്ടി. തനിക്ക് എന്തൊക്കെ കിട്ടി ഇവിടുന്ന്? ഫ്രിഡ്ജിനകത്ത് അല്പ സാധനവും കിട്ടി, കൂടെ ഇതും കിട്ടി. ഇത്ര സമയമായിട്ട് പൊരിച്ചു വെച്ചിട്ടില്ല, വൃത്തി കെട്ടവൻ. താനൊരു കാര്യം ചെയ്യും, ഈ സ്വയംവരന്റെ മേത്തുള്ള മാവ് മുക്കി പൊരിക്ക്. ആ വാ നമുക്ക് പൊരിക്കാം. ഒന്ന് നിക്കടോ, ഇതൊന്ന് തീരുമാനമായിട്ട് പോയാ പോരെ? ആ മൊയ്തു, ഇത്രയും നാളും കള്ളപ്പണം സൂക്ഷിച്ചതിനും ടാക്സ് അടക്കാത്തതിനും ഒരു പൂശങ്ങോട്ട് പൂശണോ? അയ്യോ ചതിക്കല്ല സാറന്മാരെ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല മനുഷ്യൻ. എന്ത് ചെയ്യും? എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. ഹാ, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ബിരിയാണി വേണം. അത് മട്ടൻ ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. വെജും ഐസ്ക്രീമും. ഐസ്ക്രീം സാറേ സാറേ പ്ലീസ് സാറേ സാറേ നമുക്ക് ബിരിയാണി. ബിരിയാണി ബിരിയാണി ഐസ്ക്രീം മതിയെങ്കിൽ ഞാൻ വായിച്ചു തരാം. അത് മതിയെങ്കിൽ ഞാൻ വായിച്ചു തരാം. രക്ഷണോ അത്? അതിന്റെ ഒരു കാര്യം ചെയ്യും, ഈ ഗോതമ്പ് ആക്കുക കൊണ്ടേ ആ മീൻ പൊരിക്കും. സാറേ പണം പൈസ എന്റെ പൈസ. അല്ല സാറേ ഇതിപ്പോ ഒരു ബിരിയാണിയിൽ ഐസ്ക്രീമിൽ ഒതുക്കുക നമ്മള് ആണോ? அப்படி ஒன்றும் சொல்லாதடி, ரொம்ப பிஸியா இருந்துட்டா அதான். ஐயோ எப்போ? மேடம் மேடம் ஆமா மேடம் உங்களுக்கெல்லாம் ஐஸ்கிரீம் டேபிள் வச்சிருக்கு, போய் முணுங்கு. ആഹാ ഇവിടെ ഐസ്ക്രീം വന്നിട്ടുണ്ട് എന്ന് പറയായിരുന്നു. ഞങ്ങൾ റെയ്ഡിന് വന്നതാ. നല്ല പാർട്ടിയാണ്, ഐസ്ക്രീം ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കൊടുക്കണോ? ഓ കൊടുക്കാലോ. എന്റെ ഫ്രണ്ടാണ്, നിങ്ങളോട് സംസാരിക്കണം എന്ന്. എന്നോടോ? ആ ഹലോ. ആ മേഡത്തിന്റെ കൂട്ടുകാരി നല്ല കൂട്ടുകാരിയാണ്, തങ്കപ്പെട്ട സ്വഭാവം. സമുദ്രക്കട സമത്തുകുടമ ആര്? നീങ്ങളാ? ആ വന്നവരെ ഐസ്ക്രീം കഴിക്കാം വേണ്ടേ? ആ കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. എടീ നല്ല പാർട്ടിയാണ്. ഒരു മിനിറ്റ്. എന്താണ് എന്താ നിങ്ങൾ വന്നത്? അല്ല ഐസ്ക്രീം റെഡിയാണ്. 3 പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് വിളിക്കണു, 1.5 മണിക്കൂറായി മാഡം ഫോണില്. ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്, കാനഡയില്. ഓ കാനഡയിൽ നിന്ന് വന്ന ഫോണാണോ? അയ്യോ വന്നല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. എന്റെ ഫോണിന്നോ? കാനഡയിലേക്കോ? 1.5 മണിക്കൂറായിട്ട്? അയ്യോടി പാവം, തല കറങ്ങി വീണിട്ടാ. ആമാ ബോധം പോയാച്ച്. നല്ല ബിരിയാണി ആയിരുന്നു. സാറേ, ബോധം പോയാച്ച്. പോയാച്ചാ? ഹൈ, എനിക്ക് മനസ്സിലാ, മാഷേ, ബുദ്ധിശീലാ. എനിക്കോ എന്താ ഇങ്ങനെ ബോധം പോയാ എങ്ങനെ ശരിയാ? പിടിക്കണോ? ആയി പിടിക്കും. എന്തത് 10-24 ലക്ഷത്തിന്റെ കണക്കൊക്കെ ഒന്ന് കേക്കണ്ടേ? ഒന്ന് പറഞ്ഞു കൊടുത്തേ പോയതോ. സത്യശീല ആകെ മൊത്തം 24 ലക്ഷം ഉറുപ്പ്യാണ് ഇവിടുത്തെ പിടിച്ച്. ഇത് ഞങ്ങൾ മേലൊക്കെ അയച്ചു കഴിഞ്ഞാല് 24 ലക്ഷം ഉറുപ്പ്യം പോകും, ഈ ജയിലും ആവും. പക്ഷെ അന്ന നമ്മൾ ജയിലിലേക്ക് വിടൂല. ഈ 24 ലക്ഷം ഉറുപ്പ്യ ഞങ്ങൾക്ക് തന്നാ മതിയടോ. പിന്നെയും പോയി.